ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ, ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 8ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ ജീവിത പങ്കാളിയോടാണ്. ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ആൾ. പലപ്പോഴും ജോലിയുടെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്ന ചെറിയ സഹായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതൊരു പക്ഷേ കുട്ടികളെ നോക്കാൻ സഹായിച്ചതാകാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചായ ഇട്ടു തന്നതാകാം, അതുമല്ലെങ്കിൽ നീ ഒന്ന് വിശ്രമിക്കൂ എന്ന് പറയുന്ന ആ ഒരു വാക്കാകാം. ഈ കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കായി ചെയ്ത ഒരു ചെറിയ കാര്യത്തിന് അദ്ദേഹത്തോട് നന്ദി പറയൂ. എന്നെ സഹായിച്ചതിന് നന്ദി എന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ അറിയിക്കാം. ആ ഒരു വാക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാക്കുമെന്ന് നോക്കൂ. നിങ്ങളുടെ പങ്കാളി ഇന്ന് നിങ്ങൾക്ക് നൽകിയ ആ ചെറിയ സഹായം എന്തായിരുന്നു? താഴെ കമന്റ് ചെയ്യൂ. ചെറിയ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുടുംബം കൂടുതൽ സുന്ദരമാകും. നാളെ കാണാം. താങ്ക് യു. ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ, ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 8ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ ജീവിത പങ്കാളിയോടാണ്. ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ആൾ. പലപ്പോഴും ജോലിയുടെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്ന ചെറിയ സഹായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതൊരു പക്ഷേ കുട്ടികളെ നോക്കാൻ സഹായിച്ചതാകാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചായ ഇട്ടു തന്നതാകാം, അതുമല്ലെങ്കിൽ നീ ഒന്ന് വിശ്രമിക്കൂ എന്ന് പറയുന്ന ആ ഒരു വാക്കാകാം. ഈ കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കായി ചെയ്ത ഒരു ചെറിയ കാര്യത്തിന് അദ്ദേഹത്തോട് നന്ദി പറയൂ. എന്നെ സഹായിച്ചതിന് നന്ദി എന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ അറിയിക്കാം. ആ ഒരു വാക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാക്കുമെന്ന് നോക്കൂ. നിങ്ങളുടെ പങ്കാളി ഇന്ന് നിങ്ങൾക്ക് നൽകിയ ആ ചെറിയ സഹായം എന്തായിരുന്നു? താഴെ കമന്റ് ചെയ്യൂ. ചെറിയ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുടുംബം കൂടുതൽ സുന്ദരമാകും. നാളെ കാണാം. താങ്ക് യു.